ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസത്തെ ഫലമാണ് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ മേടൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മേടൻ രാശിക്കാർക്ക് 2ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, 3ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ, 6ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ, ബുധൻ, കേതു, 7ാം ഭാവത്തിൽ അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, 11ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, 12ൽ അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന രാഹു. നോക്കുന്ന സമയത്ത് വ്യാഴം, ശനി, ബുധൻ സൂര്യചാരവശാൽ വളരെ ഗുണകരമാണ്. അതായത് ഇവർക്ക് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഈ മാസം ഒക്ടോബർ മാസത്തിൽ വന്ന് ചെയ്യുവാണ്. മഹാഭാഗ്യയോഗങ്ങളെല്ലാം വളരെ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. നഷ്ടകഷ്ടങ്ങളെല്ലാം ആലോചിച്ച് വെള്ളപ്പെടാതെ വരും കാലത്തെപ്പറ്റി ചിന്തിക്കുകയും മഹാവ്യവസായങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സുകളും നേടി ഉന്നതിയിലെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. തൊഴിൽ മാർഗങ്ങൾ അവരവരെ തേടി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സുകൾ പുരോഗമനത്തിൽ എത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹനയോഗം, അതുപോലെ ഭവനയോഗം, ഭൂമി ലാഭം, അതുപോലെ തന്നെ ഇഷ്ടംമാതിരി ഹെൽപ്പുകൾ പറഞ്ഞ സഹായ ഹസ്തങ്ങൾ ഇഷ്ടംമാതിരി കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ സന്തോഷമായിരിക്കും, കുടുംബാംഗങ്ങളായിട്ട് സന്തോഷമായിരിക്കും. ഇഷ്ടംമാതിരി ജനങ്ങൾ നമ്മളുടെ പിന്നാലെ നിൽക്കുവാനായിട്ട് തയ്യാറായി നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഗവൺമെൻറ് ആനുകൂല്യം എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളെല്ലാം പെട്ടെന്ന് കൈകാര്യം ചെയ്യുവാനുള്ള സാധ്യതകൾ നേർന്നു വരുന്നുണ്ട്. വൻകിട ലോണുകളെല്ലാം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സാങ്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിന് വേണ്ടി സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പേപ്പറുകളെല്ലാം കിട്ടുവാനുള്ള സാധ്യത. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയോ വിദേശ രാജ്യത്ത് പോയിട്ട് ജോലി നോക്കുകയോ ചെയ്യുന്നവർക്കെല്ലാം വളരെ അനുകൂലകരമായിട്ടുള്ള സാധ്യതയാണ്. കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പറയാൻ പറ്റാത്ത ലെവലിലുള്ള ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സ്ഥാനമാന പദവികൾ കിട്ടും. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ ഉയർച്ചകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വളരെ ഉചിതപരമായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉടലെടുക്കും. സ്ത്രീകളുമായി ചിലപ്പോൾ കൈകോർക്കേണ്ടി വരും. അപ്പോൾ സ്ത്രീകളുമായിട്ട് അടുക്കുമ്പോൾ വളരെ സൗമ്യതയോടുകൂടി വർത്തമാനത്തിലും മറ്റുള്ള പ്രവൃത്തികളിലും ശ്രദ്ധയോടുകൂടി പെരുമാറണം എന്ന് മാത്രമേ ഉള്ളൂ. 7ൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലം മാത്രം. ആ ശുക്രൻ ഏകദേശം ഒക്ടോബർ മാസം 12ാം തീയതിയോടുകൂടി മാറും. അതുവരെ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അതുവരെ ഈ സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൂടെ ഉള്ള പെരുമാറ്റങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവ്വം അവരിൽ നിന്ന് എന്തെങ്കിലും ദോഷങ്ങൾ വരുന്നുണ്ടോ, വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യണമെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. ബാക്കി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനം, അതായത് വരുമാന മാർഗം വർദ്ധിക്കും. വിദേശ സംബന്ധമായിട്ടുള്ള പഠനത്തിനും വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്കും വിദേശ സംബന്ധമായിട്ടുള്ള ജോലി തേടുന്നവർക്കും PSC പരീക്ഷകളെല്ലാം എഴുതിയിരിക്കുന്ന ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗത്തിനായി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കെല്ലാം ലിസ്റ്റിൽപ്പെടും. സിവിൽ സർവീസ് അതുപോലെ തന്നെ IPS സംബന്ധമായിട്ടുള്ള മേഖലകളിൽ മെഡൽ വാങ്ങിക്കാനുള്ള മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബിൽ അതായത് ജോലിയിൽ പ്രവേശിച്ച് കഴിയുന്നവർക്ക് പുരോഗമനവധ അതായത് ഉദ്യോഗ കയറ്റങ്ങൾ അവരവർ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ പദവികളിലെല്ലാം കിട്ടുവാനുള്ള യോഗങ്ങൾ തീർച്ചയായിട്ടും ഈ മാസത്തിൽ സാധിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കും എന്ന് തന്നെ പറയാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാത്തവർക്കാണെങ്കിൽ ഈ മാസം അത് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രത്യേക ബഹുമതികളും സേവനങ്ങളും ജന സപ്പോർട്ടുകളും വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർ അതായത് പോലീസ് മേധാവികളും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലിരിക്കുന്നവർക്കും അതുപോലെ പട്ടാളക്കാർ, നാവികസേന, വ്യോമസേന, കരസേന അങ്ങനെയുള്ളവർക്കും അതുപോലെ 2 വീലർ തൊട്ട് വിമാനം വരെക്കുള്ള വാഹന സംബന്ധമായിട്ട് ബന്ധപ്പെട്ടവർക്കും IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തനം, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ, ഗൃഹോപകരണ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ
സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന, അങ്ങനെ എടുത്തു പറയത്തക്ക എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണം തന്നെയാണെന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ അപൂർവമായിട്ടുള്ള കുറച്ച് കാലഘട്ടങ്ങളിലേ കിട്ടുകയുള്ളൂ. അത് നമ്മൾ യൂസ് ചെയ്ത് പോവുക, യൂസ് ചെയ്ത് തന്നെ ഉപകാരപ്പെടുത്തി പോവുക എന്ന് പറയുന്നത് അത്രയ്ക്കും വ്യക്തപരമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയോട് കൂടിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. കാരണം തീർച്ചയായും നിങ്ങൾക്കിത് മുന്നേറാൻ പറ്റും. നമസ്കാരം.